ഇനി വേറൊരാളുണ്ട്, തലയെക്കെട്ട് കിട്ടി അത്തും പിത്തും ബാധിച്ച ഒരു മൗലവി. അത്തും പിത്തും ബാധിച്ചിട്ട് പരിശുദ്ധ ഖുർആനിലെ പുല്ലെന്ന വാക്കിന് അർത്ഥം വെച്ചത് പച്ച മലയാളത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വളരെ നീചമായ വാക്കുപയോഗിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ സ്നേഹത്തിന്റെ വാക്കുകൾ കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പോലും പ്രയോഗിച്ചിട്ടുള്ളത്. യാ അയ്യുഹൻ നബിയു യാ അയ്യുഹർ റസൂൽ എന്നൊക്കെ പറഞ്ഞ് മുത്തുനബിയെ സ്നേഹത്തിന്റെ വാക്കുകൾ കൊണ്ടാണ് അഭിസംബോധന ചെയ്തത്. ആകെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ മുത്തുനബിയുടെ പേര് എടുത്ത് വിളിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള റബ്ബ് പുല്ലെന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിൽ ചാലിച്ച മധുരമുള്ള നല്ല അർത്ഥങ്ങളായിരിക്കണം അവിടെ വെക്കേണ്ടത്. മറിച്ച് അത്തും പിത്തും ബാധിച്ച് ചെന്നി ബാധിച്ച ഇയാളെ പോലെയുള്ള ആളുകളുടെ നാവിൽ നിന്ന് വരുന്ന നാറ്റങ്ങൾ ഒരിക്കലും മുത്തുനബിയിലേക്ക് ചേർത്തി പറയരുത്. അള്ളാഹു ഇങ്ങനെയുള്ളവരെ തൊട്ട് ഉമ്മത്തിനെയും നമ്മയും അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. മദീനയെ ചുറ്റിപ്പറ്റി വ്ലോഗ് ചെയ്യുന്ന ഒരു സഹോദരൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു പദപ്രയോഗം നടത്തി. അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതൊന്ന് നിങ്ങൾ കേട്ടു നോക്ക്. സഹാബത്തൊക്കെ പരിശുദ്ധ മക്കയിൽ നാട്ടി ഓടിക്കപ്പെട്ട് പരിശുദ്ധ മദീനയിലെത്തിയതിനു ശേഷം 8 വർഷങ്ങൾക്ക് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത് റബ്ബിന്റെ കൽപ്പന പ്രകാരമാണ്. അത് ഓർഡർ കൊടുത്തതിന് ശേഷം മാത്രമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനം ചെയ്തത്. റബ്ബിന്റെ കൽപ്പനയില്ലാതെ മുത്തുനബി ഒന്നും ചെയ്യുകയില്ല. ആരെങ്കിലും മുത്തുനബിയെ ഭീഷണിപ്പെടുത്തിയോ പേടിപ്പിച്ചോ ഭയപ്പെടുത്തിയോ ഓടിപ്പിക്കാൻ സാധിക്കുകയുമില്ല. അങ്ങനെ പേടിക്കുന്ന ആളുമില്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആരും ആട്ടി ഓടിച്ചിട്ടില്ല. അങ്ങനെ ആട്ടി ഓടിച്ചാൽ പോകുന്ന പേടിക്കുന്ന പ്രകൃതിയുമല്ല മുത്തുനബിയുടെ. മുത്തുനബിയുടെ ചരിത്രം പഠിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഈ യുദ്ധവേളയിൽ പോലും വലിയൊരു ശത്രു സൈന്യം തന്നെ മുത്തുനബിയെ വളഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യുദ്ധവേളയിൽ ഒറ്റയ്ക്ക് നിന്ന് അവരോട് പടപൊരുതിയ ചരിത്രം തന്നെ ചരിത്ര താളുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആട്ടി ഓടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മുത്തുനബി റബ്ബ് പറഞ്ഞത് അനുസരിക്കുക എന്ന് മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ. അതിന്റെ പേരിൽ മുത്തുനബി ആട്ടി ഓടിച്ചു എന്നുള്ള പദപ്രയോഗം അദബുകളുടെ വാക്കുകളാണ്. അങ്ങനെയുള്ള വാക്കുകൾ മുത്തുനബിയിലേക്ക് ചേർത്തി പറയുമ്പോൾ അത് നല്ലവണ്ണം സൂക്ഷിക്കണം. കാരണം നമ്മുടെ ആഖിബത്ത് വരെ കേടുവരാൻ അത് ഇടവരുത്തും. അല്ലാഹു കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ.